പിന്നെ അടുത്തത് ടെംപ്ലേറ്റ്സ് ആണ്. നേരത്തെ എലമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിന് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും. അപ്പം എലമെൻറ്റുകളെ പോലെ തന്നെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് ടെംപ്ലേറ്റ്സ് എന്നുള്ളത്. അടുത്തത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അതെല്ലാവർക്കും അറിയാം, നമ്മൾ സ്ക്രീനിൽ വരച്ച് കൊടുക്കുന്നൊരു പരിപാടിയാണ് അല്ലേ. നമുക്ക് ആവശ്യാനുസരണം ഇതിൽ വരക്കാൻ സാധിക്കും. നമ്മുടെ ഇപ്പോൾ റൗണ്ട് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ എറേസർ ടൂൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതങ്ങനെ നമ്മൾ യൂസ് ചെയ്യൂല. ഇത്രയും എഡിറ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നല്ലാതെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടൂളല്ല അത്. പിന്നെ വെക്ടർ ഡ്രോയിങ് കാണാം. വെക്ടറായിട്ട് ഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ഈ ടൂളും അധികം യൂസ് ചെയ്യുന്നൊരു ടൂളല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ആനിമേഷൻ കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും കൂടുതൽ പരിചയപ്പെടാം. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളിപ്പോൾ ഇൽസ്ട്രേറ്ററിലൊക്കെ വരക്കുന്നത് പോലെ വെക്ടർ ഡ്രോ ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് ടെക്സ്റ്റാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ടെക്സ്റ്റ് എന്നുള്ളത്. നമ്മുടെ വീഡിയോക്ക് ഇപ്പം ആനിമേഷൻ വീഡിയോക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ഇതാണ് ടെക്സ്റ്റ് എന്നുള്ളത്. ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള എൻ്റർ യുവർ ടെക്സ്റ്റ് എന്ന് കാണാം. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ട്യൂട്ടോറിയൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ് ഞാനിവിടെ വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, വലുതാക്കി. ഇനി നമുക്കിതിൻ്റെ ഇത് എവിടെ തുടക്കത്തിൽ വേണോ അതോ സെൻറ്ററിൽ വേണോ അതോ ലാസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഞാനിത് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റോബോട്ട് റെഗുലർ എന്നാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഏരിയയാണിത്. ഇഷ്ടംപോലെ ഫോണ്ട്സുകൾ ഇതിൽ കാണാൻ സാധിക്കും. ഇത് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ലൈറ്റ് മോഷനിലേക്ക് എങ്ങനെ ഫോണ്ടുകൾ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഫോണ്ട് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ അൺസിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ഫോണ്ട് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണ്ടുകൾ ഏത് ഫോൾഡറിലാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയലാക്കാരം അത് അൺസിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകേണ്ടത്. എന്നിട്ട് നമ്മളിവിടെ അത് ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ട് സെലക്ട് ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിലോട്ട് വരുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോണ്ടുകൾ എല്ലാം ഒരുമിച്ച് തന്നെ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് ഒരുമിച്ച് ഫോണ്ടുകൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഐറ്റം ആവശ്യം നമുക്ക് ധാരാളം ഫോണ്ടുകൾ ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ഒരുപാട് ഫോണ്ടുകളുണ്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഫോണ്ട്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഫോണ്ടിൻ്റെ കളർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യാനുസരണം കളറുകളൊക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ പ്ലസ് ഐക്കണിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി നമുക്കിവിടെ പറയാനുള്ളത് ഇനിയിപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഇവിടെ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ ആദ്യം വരുന്നത് സ്പീഡാണ്. സ്പീഡിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സ്പീഡിൻ്റെ കാര്യത്തിലധികം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഈ സ്പീഡ് കൂട്ടി കുറക്കുന്നതനുസരിച്ച് ലെയറിൻ്റെ ഡ്യൂറേഷൻ കുറയും എന്നല്ലാതെ ഇതിൽ പ്രത്യേകം ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അതവിടെ വെക്കട്ടെ. പിന്നെ നമുക്ക് വരുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്കിവിടെ ലെയറിൻ്റെ നമ്മളിപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 15 സെക്കൻഡിൻ്റെ മുതൽ 1 സെക്കൻഡ് വരെയുള്ള ഫസ്റ്റ് ഭാഗം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കട്ട് ചെയ്യും. അത് വേണ്ട നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ കൊണ്ടു നോക്കാം. ഇത് വേണ്ട നമുക്കിപ്പോൾ ഇവിടുന്ന് ലാസ്റ്റിലേക്കാണ് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന ആ ലാസ്റ്റ് ഭാഗമാണ്ട് പോകും.
ഇനി അതെല്ലാം നമുക്ക് സെൻറ്ററിൽ കട്ട് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെച്ചിട്ട് അവിടെ ഇതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കട്ടായി വരും. ഓക്കെ, അപ്പം അതിനുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത്. പിന്നെയുള്ളത് ഇത് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സൗണ്ടിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സൗണ്ടുള്ളൊന്ന് കാണാം, അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നത് കളർ ഫില്ലാണ്. ഇവിടെ നമുക്കിപ്പം ഫോണ്ടിന് കളറില്ലാതെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കളറാണെങ്കിൽ ഇതുപോലത്തെ കളറുകളൊക്കെ നമുക്ക് ഫോണ്ടിൻ്റെ കളർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഗ്രേഡിയൻ്റ് ആണ്. നമുക്കിവിടെ ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാൻ സാധിക്കും അല്ലേ. നമുക്കിതുപോലെ ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്കിപ്പോൾ നമ്മൾ ടെക്സ്റ്റിന് അതിന്മേലൊരു മീഡിയ കൊടുക്കാനാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ഇത് കൊടുത്താൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് അങ്ങനെ വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാൻ കാണുന്നൊരു ഇത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഇത് ആഡ് ചെയ്യാം ഉണ്ടല്ലേ. അപ്പോൾ ഈ വൈറ്റ് ഇത് കൊടുത്തപ്പോൾ അത് ആ വൈറ്റ് കള്ളിയുള്ള അതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഓപ്ഷനുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങൾ താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് കാണാം. ഇവിടെ നമുക്ക് നമ്മളുടെ ലെയർ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനും പിന്നെ സൂം ചെയ്യാനും അതുപോലെ തന്നെ ചെറുതാക്കാനൊക്കെ പറ്റും. പിന്നെ ഉണ്ടല്ലേ ചരിക്കാനും ഇതിനൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ചില ഭാഗത്തേക്ക് ഇങ്ങനെ ആനിമേഷൻ പോലെ ചെയ്യണമെങ്കിൽ ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഈ കീ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആനിമേഷന് ചെയ്യാം. അപ്പോൾ കീ ഫ്രെയിമിൽ എഡിറ്റിങ്ങിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കീ ഫ്രെയിം എന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ തുടക്കത്തിൽ നമുക്ക് ഇവിടെയാണ് വേണ്ടത്. പിന്നീട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ ലെയർ ഇവിടെ എത്തണമെങ്കിൽ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോമർ എടുക്കുക, എന്നിട്ട് ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തുടക്കത്തിൽ ഈ കീ ഫ്രെയിം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കീ ഫ്രെയിമിൻ്റെ അടുത്തെത്തുമ്പം ലെയർ നമ്മുടെ ഈ ട്യൂട്ടോറിയലിൽ നിന്നുള്ള ടെക്സ്റ്റ് ലെയർ ഇവിടെ എത്തണമെങ്കിൽ അതനുസരിച്ച് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. വേണ്ടല്ലേ, ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ട. ഇതാണ് ഈ കീ ഫ്രെയിമിൻ്റെ ഉപകാരം. അതെല്ലാം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതും കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൊടുത്താൽ ഇത് കുറേ കറങ്ങും കണ്ടോളി അല്ലേ. നമ്മളിത് എത്രയാണോ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിനനുസരിച്ചാണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സൂം ചെയ്യാനും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് സൂമായി വരണം എന്നാണെങ്കിൽ ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ചേരം ഇവിടെ സൂം സ്റ്റക്കായി നിൽക്കണമെങ്കിൽ എത്ര ഭാഗമാണോ സ്റ്റക്കായി നിൽക്കേണ്ടത് അതുവരെയുള്ള കീ ഫ്രെയിം ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷമാണ് ചെറുതായിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ഏതിൻ്റെ ശേഷമാണ് ചെറുതായിട്ട് അവിടെ ഒരു ടൈമറും കൊടുക്കുക, അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. പിന്നെ ഇവിടെ വരെ അതിങ്ങനെ ചെറുതായി വരണം, അവിടെ കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അവിടെ കൊടുത്തത് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുക. ഇവിടെ വരെ നമുക്ക് സ്റ്റക്കായി നിൽക്കണമെന്നുണ്ട് ഇവിടെ നമ്മൾ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ മുതൽ ഇവിടെ വരെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് സ്റ്റക്കായി നിൽക്കും. അതിന് ശേഷം ഇവിടെ നിന്നാണ് വ്യത്യാസം വരിക. ഓക്കെ, ഇതിനെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ കീ ഫ്രെയിം പരിചയം എല്ലാവർക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ബേസിക് മനസ്സിലായ പിന്നെ അങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ കീ ഫ്രെയിമിൻ്റെ ആ ഒരു മോഷന് കുറച്ച് അടിപൊളിയായിട്ടുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കാനാണ് നമ്മളിവിടെ കർവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കർവ് യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ മോഷനിൽ വ്യത്യാസം വരും. ഞാനിവിടെ വേറെ ലെയർ ആഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ലെയർ.
ഞാനിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇവിടെ 2 സ്ഥലത്തും ഞാൻ കീ ഫ്രെയിം ആഡ് ചെയ്തു. അത് തുടക്ക ഭാഗം ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെയാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇതിൻ്റെ ഇവിടെ എത്തുമ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ അത് ഇവിടെ എത്തണം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിവിടെ കർവ് ആഡ് ചെയ്യുമ്പോൾ വ്യത്യാസം കാണാം. ഇപ്പോൾ നോർമലായിട്ട് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി കർവ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന വ്യത്യാസം നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കർവ് കൊടുത്തിരിക്കുന്നത്. അല്ലേ, ഫസ്റ്റ് തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ആയണ്ടല്ലേ കാണിച്ചുതരാം. ഈ ഒരു രീതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ കർവ് മാറ്റിയിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ സാധാരണ നോർമൽ രീതി വന്നു. ഇനി ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ അല്ലേ ഇവിടെ തുടക്കത്തിൽ നിന്ന് ഒരു ഇങ്ങനെ പിന്നെ സ്ലോ ആയില്ലേ. ഇനി വേറെ രീതിയിൽ കൊടുക്കാം. നമുക്ക് ഈ ഒരു രീതി കർവാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് കർവ് കൊടുക്കാം. നമ്മൾ രണ്ടിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് കർവ് ആഡ് ചെയ്യേണ്ടത്. അല്ലേ, ഈ ഒരു രീതിയിലാണ് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഓരോ കർവിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു രീതി നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള രീതിയിൽ ഇതിനെ മോഷൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ കർവ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള എഫക്റ്റിലൊക്കെ ഇതേപോലെ തന്നെയാണ് ഈ കർവ് ഉപയോഗിക്കുന്നത്. ഒരു സ്മൂത്തായ രീതിയിൽ ഭംഗിയായിട്ട് കർവ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് എഡിറ്റ് ഷേപ്പ് എന്നുള്ളതാണ്. നമ്മളിപ്പം ആഡ് ചെയ്ത ഷേപ്പ് എഡിറ്റ് ചെയ്യാനുള്ള ടൂളാണ് ഇവിടെ വരുന്നത്. ഇത് യൂസ് ചെയ്ത് നമുക്കിതിൻ്റെ സൈസ് വെടുത്തും ഹൈറ്റും അങ്ങനെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ റേഡിയസ്. അപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഷേപ്പിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും. ഞാനിപ്പോൾ റൗണ്ടാണ് എങ്കിൽ ഇവിടെ സൈസ് ഇങ്ങനെ കൂട്ടാനും കുറക്കാനുമാണ് വരിക. നമ്മളിപ്പോൾ റൗണ്ട് റെക്റ്റാങ്കിൾ എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെയാണ് വരിക. സൈസ് കൂട്ടാനും കുറക്കാനാണ് വരുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മറ്റു ഷേപ്പുകളാണ് എടുത്തതെങ്കിൽ, ഇതുപോലത്തെ ഷേപ്പുകളാണ് എടുത്തതെങ്കിൽ ഇവിടെ വരുന്നത് ഇതുപോലെ കുറേ ഓപ്ഷനുകൾ വരാം. അങ്ങനെ ഓരോ ഷേപ്പിനനുസരിച്ച് ഓപ്ഷനുകൾ കൂടും. അപ്പം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളിങ്ങനെ ഓരോന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവും. അല്ലാതെ വലിയ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതില്ല. അപ്പോൾ ഇതിൽ നമുക്ക് സുഖകരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതി. ഇതുപോലെ തന്നെയാണ് ഓരോ ഷേപ്പുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നത് മീഡിയയാണ്. അപ്പം മീഡിയൻ്റെ ഇവിടെ നമ്മൾ ഇതാക്കുമ്പം നമുക്ക് സൗണ്ടുള്ളൊരു മീഡിയ എടുക്കാം. ഇതൊരു ഇമേജാണ്. ഇനി നമുക്ക് വീഡിയോ പരിചയപ്പെടാം. അപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെയറിൽ വരുന്ന ഓപ്ഷനുകൾ ഇപ്പം സൗണ്ടിൻ്റെ കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ബോർഡർ ആൻഡ് ഷാഡോ, ഈ ലെയറിന് ഷാഡോ കൊടുക്കാൻ ബോർഡർ കൊടുക്കാനൊക്കെയാണ്. ഇവിടെ ബോർഡർ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മുടെ ഈ എലമെൻറ്റിന് സ്ട്രോക്ക് കൊടുക്കാനും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് പരിചയപ്പെടാൻ ബ്ലെൻഡിങ് ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അല്ലേ ബ്ലെൻഡിങ് ഓപ്ഷൻ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഉപയോഗം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ ഒരു ലെയർ ആഡ് ചെയ്തു. നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. ഫിൽ കോമ്പോസിഷൻ ഏരിയ എന്ന് കൊടുത്താൽ അത് ഫില്ലായി വരും.
എന്നാൽ ഞാനിവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഒപ്പാസിറ്റിയിൽ ഇപ്പോൾ ഒപ്പാസിറ്റി കുറക്കാനും കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് നമുക്ക് കീ ഫ്രെയിം ഉപയോഗിച്ച് ചെയ്യാം. കാരണം തുടക്കത്തിൽ നമുക്കിതിങ്ങനെ പിന്നീട് ഇതിങ്ങനെ ഫേഡായി പോകുന്നൊരു ഓപ്ഷനാണെങ്കിൽ ഇതിങ്ങനെ കുറച്ച് കൊടുത്താൽ മതി. തുടക്കത്തിൽ നിന്ന് ഇതിങ്ങനെ ഫേഡായി പോയിക്കോളും. ഓക്കെ, ഇതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒപ്പാസിറ്റി കൂട്ടാൻ കുറക്കാനാണ് ഈ ഓപ്ഷൻ. പിന്നെ വരുന്നത് ഇവിടെ ഡാർക്ക് ആൻഡ് ഇതുണ്ട് ബ്ലെൻഡിങ്ങിനുള്ള ഓപ്ഷനാണ്. മൾട്ടിപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് അങ്ങനത്തെ ഓരോ ഓപ്ഷനുകളാണ്. പിന്നെ ലൈറ്റ് തന്നെ സ്ക്രീന്, ലൈറ്റ് ആൻഡ് കളർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ബ്ലെൻഡിങ് രീതികളാണ്. ഇപ്പോൾ ഇവിടെ സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള ബ്ലാക്ക്, ഇപ്പോൾ ബ്ലാക്കുള്ള ഓപ്ഷൻ, ബ്ലാക്കുള്ള ഇതിലൊക്കെ നമുക്ക് സ്ക്രീൻ ഉപയോഗിച്ച് ബ്ലാക്കിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണാം ചില ലൈറ്റ് എഫക്റ്റ്, ലൈറ്റ് ട്രാൻസിഷനുകളൊക്കെ. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഉണ്ടാവും. ആ ബ്ലാക്കിനെ ഒഴിവാക്കിയിട്ടാണ് ആ ലൈറ്റ് വരുന്നൊരു എഫക്റ്റ് നമ്മളെ വീഡിയോകളിലൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ ബ്ലെൻഡിങ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ്ങിൻ്റെ ഓപ്ഷൻ മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.